ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. 80ാമത് സ്വാതന്ത്ര്യദിനം രാജ്യമെങ്ങും വിപുലമായി ആഘോഷിച്ചു. കോഴിക്കോട് വിക്രം മൈതാനിയിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ദേശീയ പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു. ജില്ലാതല ഓണാഘോഷ പരിപാടികൾ ഓഗസ്റ്റ് 24 മുതൽ 30 വരെ നടക്കും. ആഘോഷത്തിന്റെ നടത്തിപ്പിനായി വിപുലമായ സ്വാഗത സംഘം രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. നിരന്തരം കള്ളം പറയുന്നത് മുഖ്യമന്ത്രിക്ക് ചേർന്നതല്ലെന്ന് KN ബാലഗോപാൽ. ലഹരി കേസിലെ പ്രതിയെ മുഖ്യമന്ത്രിക്ക് നേരത്തെ അറിയുമെന്നും ആരോപണം. അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ അഖണ്ഡ ഭാരത സങ്കല്പ ദിനം ആചരിക്കുന്നു. ഓഗസ്റ്റ് 16 തളി സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിപാടികൾ നടക്കുക. ഞാൻ സാന്റീന പ്രഭാത്. വിശദമായ വാർത്തകളിലേക്ക്. 80ാമത് സ്വാതന്ത്ര്യദിനം രാജ്യമെങ്ങും വിപുലമായി ആഘോഷിച്ചു. കോഴിക്കോട് വിക്രം മൈതാനിയിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ദേശീയ പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു. ഇപ്പോൾ ബഹുമാന്യയായ വിശിഷ്ടാതിഥി ദേശീയ പതാക ഉയർത്തുന്നു. രാജ്യത്തിന്റെ 80ാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ ജില്ലാതല ചടങ്ങ് വെസ്റ്റ് ഹിൽ ക്യാപ്റ്റൻ വിക്രം മൈതാനത്ത് വിപുലമായി നടന്നു. തൊഴിൽ, മൃഗസംരക്ഷണ, വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ ദേശീയ പതാക ഉയർത്തി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു. മഹാത്മജി, ജവഹർലാൽ നെഹ്റുജി, സർദാർ വല്ലഭായ് പട്ടേൽ ജി, സുഭാഷ് ചന്ദ്രബോസ് ജി, ഭഗത് സിംഗ് ജി, മൗലാന അബ്ദുൽ കലാം ആസാദ് ജി, ഡോക്ടർ BR അംബേദ്കർ ജി, അങ്ങനെ ജ്ഞാതരും അജ്ഞാതരുമായ എണ്ണമറ്റ നേതാക്കന്മാരുടെയും പോരാളികളുടെയും ത്യാഗത്തിന്റെ അനന്തരഫലമാണ് നമുക്ക് സ്വതന്ത്ര ഇന്ത്യയെ സമ്മാനിച്ചത്. സ്വാതന്ത്ര്യ സമരത്തിന്റെയും ദേശീയ പ്രസ്ഥാനത്തിന്റെയും സാമൂഹ്യ നവോത്ഥാനത്തിന്റെയും സമ്പന്നമായ പാരമ്പര്യമുള്ള നാടാണ് കോഴിക്കോട്. മതസൗഹാർദ്ദവും സാഹോദര്യവും സാംസ്കാരിക വൈവിധ്യവും ഈ നാടിന്റെ ശക്തിയാണ്. ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി, കോഴിക്കോട് സിറ്റി ജില്ലാ പോലീസ് മേധാവി ഷൌക്കത്ത് അലി AP, റൂറൽ ജില്ലാ പോലീസ് മേധാവി മെറിൻ ജോസഫ് എന്നിവരും പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു. തുടർന്ന് മന്ത്രി പരേഡ് പരിശോധിച്ചു. പരേഡ് കമാൻഡറായി DHQ കോഴിക്കോട് റൂറലിലെ റിസർവ് ഇൻസ്പെക്ടർ ജോസ് ജോർജും, രണ്ടാം ഇൻ കമാൻഡറായി DHQ കോഴിക്കോട് സിറ്റി ജില്ലയിലെ SI പ്രവീൺ രാജ് കെയും നേതൃത്വം നൽകി. അഭിവാദ്യം അർപ്പിച്ചു നീങ്ങുന്നു. കോഴിക്കോട് സിറ്റി ലോക്കൽ പോലീസ് വിഭാഗം സബ് ഇൻസ്പെക്ടർ ശ്രീ വിഷ്ണു നയിക്കുന്നു. വിവിധ പോലീസ് സേനാ വിഭാഗങ്ങൾ, എക്സൈസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, ഫോറസ്റ്റ്, NCC, സ്കൗട്ട്സ്, ഗൈഡ്സ്, JRC, സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ്, സിവിൽ ഡിഫൻസ്, ബാൻഡ് ടീം തുടങ്ങിയ വിഭാഗങ്ങളിൽ നിന്നായി 23 പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരന്നു. മുഹമ്മദ് റമീസ് നയിക്കുന്ന ചടങ്ങിൽ കോഴിക്കോട് മേയർ O സദാശിവൻ, MP മാരായ MK രാഘവൻ, ഷാഫി പറമ്പിൽ, MLA മാരായ K ജയന്ത്, K ഫൈസൽ ബാബു, K പ്രവീൺ കുമാർ, MA റസാഖ് മാസ്റ്റർ, KM അഭിഷിക്ത്, VT സൂരജ്, വിദ്യാ ബാലകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ, സബ് കളക്ടർ S ഗൗതം രാജ്, ADM ഷെറീന K, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, വിദ്യാർത്ഥികൾ, പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
ജില്ലാതല ഓണാഘോഷ പരിപാടികൾ ഓഗസ്റ്റ് 24 മുതൽ 30 വരെ നടക്കും. ആഘോഷത്തിന്റെ നടത്തിപ്പിനായി വിപുലമായ സ്വാഗത സംഘം രൂപീകരിച്ചു പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ ഭരണകൂടത്തിന്റെയും വിനോദസഞ്ചാര വകുപ്പിന്റെയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെയും നേതൃത്വത്തിൽ ഓഗസ്റ്റ് 24 മുതൽ 30 വരെ സംഘടിപ്പിക്കുന്ന ജില്ലാതല ഓണാഘോഷത്തിന്റെ സംഘാടക സമിതി ഓഫീസ് MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. ഈ പരിപാടി ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടാകണം. BTPC എന്ന് പറഞ്ഞ കോഴിക്കോട് മാത്രമാകരുത്, ജില്ലക്ക് മൊത്തമായി അത് മാറാൻ സാധിക്കും. നമ്മൾ നിർബന്ധമായും പരിപാടിയെ കൊണ്ട് പ്രോഗ്രാം തീരുമാനിക്കുമ്പോൾ പ്രോജ്വലമായ പ്രോഗ്രാമുകളായി മാറണമെങ്കിൽ ഒരേ സമയം, എനിക്ക് തോന്നുന്നു മറ്റ് പ്രദേശത്തും ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഒരേ സമയം എല്ലാ സ്ഥലങ്ങളിലും പ്രധാന വടകര, കൊയിലാണ്ടി, പ്രധാനപ്പെട്ട പ്രദേശങ്ങളിൽ പേരാമ്പ്ര, ബാലുശ്ശേരി, ഇങ്ങനെ തുടങ്ങിയ പ്രധാനപ്പെട്ട പ്രദേശങ്ങളിൽ ഇവിടെ നടക്കുന്ന അതേപോലെയുള്ള പരിപാടികൾ അവിടെയും നടത്തിനെക്കുറിച്ച് അവിടുത്തെ MLA-മാരുമായി ആലോചിച്ചുകൊണ്ട്, അവിടുത്തെ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളുമായി ആലോചിച്ചുകൊണ്ട് ഒരു എന്താണ് അടുത്ത സ്കീം എന്നുള്ളതിനെ കുറിച്ച് ഒരു തീരുമാനം ഉണ്ടാകണം എന്നാണ് ജില്ലാ ഭരണകൂടത്തോട് കലക്ടറോട് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. മാനാഞ്ചിറ DTPC ഓഫീസിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് K ജയന്ത് MLA അധ്യക്ഷനായി. അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ MLA മുഖ്യാതിഥിയായി. ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി, ഡെപ്യൂട്ടി കളക്ടർമാരായ ഷാമിൻ സെബാസ്റ്റ്യൻ, സുബൈർ, ടൂറിസം വകുപ്പ് ജോയിന്റ് ഡയറക്ടർ TG അഭിലാഷ്, DTPC സെക്രട്ടറി പ്രദീപ് ചന്ദ്രൻ, പ്രോഗ്രാം കോർഡിനേറ്റർ അഡ്വക്കേറ്റ് നിയാസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നിരന്തരം കള്ളം പറയുന്നത് മുഖ്യമന്ത്രിക്ക് ചേർന്നതല്ലെന്ന് KN ബാലഗോപാൽ. ലഹരി കേസിലെ പ്രതിയെ മുഖ്യമന്ത്രിക്ക് നേരത്തെ അറിയുമെന്നും ആരോപണം. ഗൗരവതരമായിട്ടുള്ളൊരു സാമൂഹ്യ പ്രശ്നമായിട്ടുള്ള മയക്കുമരുന്ന് കേസിനകത്ത് പ്രതിയായ ആളുകളോട് എന്താണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ സമീപനം? വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. കോഴിക്കോട് 2022 മാർച്ച് മാസം 22-ാം തീയതി നടത്തിയ ഇഫ്താർ പാർട്ടിയിൽ ഈ കഥാപാത്രമുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത്, മുഖ്യമന്ത്രിയുടെ അടുത്ത്, അന്നത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ അടുത്തിരുന്ന് സംസാരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളുണ്ട്. നിങ്ങൾ പലരും ഇഫ്താർ പാർട്ടിക്ക് പോയി കാണുമല്ലോ, കണ്ടു. ഇതിനകത്ത് പ്രശ്നം ശ്രീ VD സതീശൻ അദ്ദേഹത്തെ കണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ ഉപരി ശ്രീ VD സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ഒരു മുഖ്യമന്ത്രിക്ക് ഒരു കേരളത്തിൻ്റെ മുഴുവൻ ആളുകളുടെ അഭിമാനം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. എപ്പോഴും കള്ളകാര്യങ്ങൾ പറയുന്നു, കള്ളപ്രചരണം നടത്തുന്നു. അതൊരു രാഷ്ട്രീയ പ്രസ്താവനയല്ല. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരിടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ ധോത്തികൾ, സിൽക്ക് സാരികൾ, കലംകരി ഉൽപ്പന്നങ്ങൾ, ബെഡ്ഷീറ്റ്, കോട്ടൺ സാരികൾ, ചുരിദാറുകൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, ജൂട്ട് ബാഗുകൾ, തേക്കിൽ നിർമ്മിച്ച ഫർണിച്ചറുകൾ. ഖാദി തുണിത്തരങ്ങൾക്ക് 30% റിബേറ്റ്, ഫർണിച്ചറുകൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവ്. കൂടാതെ കാർ, സ്കൂട്ടർ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളും ഗിഫ്റ്റ് വൗച്ചറുകളും. ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. ദൈനംദിന ആവശ്യ സാധനങ്ങളുമായി ഇനി മുതൽ പുതിയ സൂപ്പർ മാർക്കറ്റും. ഖാദി ഗ്രാമോദ്योग എംപോറിയം, മിഠായി തെരുവ്, കോഴിക്കോട്. മുക്കത്തിന് ടെക്നോളജിയുടെ പുതിയ മുഖവുമായി പുതിയ വലിയ മൈജി ഫ്യൂച്ചർ എത്തുന്നു. ഓഗസ്റ്റ് 17-ന് ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകളുടെ ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസും ആക്സസറീസും ഇനി ഒരുമിച്ച് ഒരിടത്ത്. ഹായ്, ഞാൻ ഹണി റോസ്. ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച മുക്കത്തെ പുതിയ മൈജി ഫ്യൂച്ചറിന്റെ ഉദ്ഘാടനത്തിന് ഞാൻ വരുന്നുണ്ട്. വമ്പൻ ഉദ്ഘാടന ഓഫറുകൾക്കൊപ്പം കേരളം കണ്ട ഏറ്റവും വലിയ ഓണം ഓഫറായ മൈജി ഓണം മാസ് ഓണം സീസൺ 4-ന്റെ 30 കോടിയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. എവിടെ നിന്ന് വാങ്ങിയാലും ഹൈടെക് റിപ്പയർ ആൻഡ് സർവീസ് ഉറപ്പ് നൽകുന്ന മൈജി കെയർ. ഗാഡ്ജറ്റ്സുകൾക്ക് പരിരക്ഷയുടെ കവചമൊരുക്കി മൈജി പ്രൊട്ടക്ഷൻ പ്ലാൻ. ബ്രാൻഡ് വാറന്റിക്ക് പുറമെ മൈജി നൽകുന്നു മൈജി എക്സ്ട്രാ വാറന്റി. ആഗ്രഹങ്ങൾ അതിവേഗം സാധ്യമാക്കാൻ മൈജി സുപ്രിയമായി. പഴയതെല്ലാം പുതിയതാക്കാൻ മൈജി എന്തും എന്തിനോടും എക്സ്ചേഞ്ച് ഓഫർ. ഉദ്ഘാടനം ഓഗസ്റ്റ് 17-ന്. ഏവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് മുക്കത്ത് കാണാം ഓഗസ്റ്റ് 17 രാവിലെ 10 മണിക്ക്. മൈജി ഫ്യൂച്ചർ, കമ്പളവൻ ബിൽഡിംഗ്, മുക്കം പാലത്തിന് സമീപം, മുക്കം.
Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മുഹമ്മദ് റഫിയുടെ 46ാം ഓർമ്മദിനത്തിൽ സംഗീതത്തിന്റെ സുവർണ സായാഹ്നമായി കോഴിക്കോട് നഗരം. മുഹമ്മദ് റഫിയുടെ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന റഫി നൈറ്റ് ആസ്വാദകരുടെ ഹൃദയം കീഴടക്കി. ബംഗളൂരുവിൽ നിന്നുമെത്തിയ തെന്നിന്ത്യൻ ഗായകൻ ഋഷഭ് മേത്തയുടെ വോ മുഖദ്ദർ കാ സിക്കന്ദർ എന്ന ഗാനത്തോടെയായിരുന്നു സംഗീത സന്ധ്യയ്ക്ക് തുടക്കമായത്. തുടർന്ന് ഗായിക ഗോപിക മേനോനുമൊത്ത് അവതരിപ്പിച്ച അഭിനജാവോ ജോഡ്കർ എന്ന യുഗ്മഗാനം സദസ്സിന്റെ നിറഞ്ഞ കയ്യടി നേടി. തുടർന്ന് CV തൻവീറും PT അലിയും മുഹമ്മദ് റഫിയുടെ അനശ്വര ഗാനങ്ങൾ ആലപിച്ചു. തളി ജൂബിലി ഹാളിൽ നടന്ന ചടങ്ങ് PA മുഹമ്മദ് റിയാസ് MLA ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് റഫി ഫൗണ്ടേഷൻ പ്രസിഡന്റ് മഹറൂഫ് മണലൊടി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ മഹറൂഫ് രാജ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ജനറൽ സെക്രട്ടറി സന്നാഫ് പാലക്കണ്ടി, ട്രഷറർ K മുരളീധരൻ ലുമിനസ്, K സുബേർ, ജിയോറ ഗ്രേഷ്യ ബൈക്ക്, നക്ഷത്ര ഗോൾഡ് CMD PK മുഹമ്മദ് റിയാസ്, NC അബ്ദുള്ള കോയ, നയൻ ജേഷ, മുർഷിദ് അഹമ്മദ്, U അഷറഫ്, ഹാഷിം കടക്കലകം തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ അഖണ്ഡ ഭാരത സങ്കല്പ ദിനം ആചരിക്കുന്നു. ഓഗസ്റ്റ് 16-ന് തളി സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിപാടികൾ നടക്കുക. अंतर्राष्ट्रीय हिंदू परिषद जिस उद्देश्य को लेकर सारे देश के अंदर काम कर रहा है, उसके पीछे का भाव सुरक्षित भारत, समृद्ध भारत और स्वाभिमानी भारत. അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ അഖണ്ഡ ഭാരത സങ്കല്പ ദിനം ആചരിക്കുന്നു. ഓഗസ്റ്റ് മാസം 16-ന് വൈകിട്ട് 3-ന് തളി സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂൾ ഗുരുവായൂരപ്പൻ ഹാളിൽ നടക്കും. വൈകിട്ട് 3-ന് പൊറ്റമ്മൽ ജംഗ്ഷനിൽ നിന്നും ദേശരക്ഷാ റാലിയോടെ പരിപാടി ആരംഭിക്കും. തളി ക്ഷേത്രത്തിന് സമീപം സമാപിക്കും. തളി സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂൾ ഗുരുവായൂരപ്പൻ ഹാളിൽ 4 മണിക്ക് പൊതുസമ്മേളനം AHP ദേശീയ ജനറൽ സെക്രട്ടറി ദേവേഷ് ഉപാധ്യായ ഉദ്ഘാടനം ചെയ്യും. സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ നളിൻ നമ്പ്യാർ അധ്യക്ഷത വഹിക്കും. വിവിധ ജില്ലകളിലെ താലൂക്ക് തല പ്രതിനിധികളും കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള പ്രവർത്തകർ ഉൾപ്പെടെ 1000-ഓളം പേർ പങ്കെടുക്കും. ഭാരതത്തിന്റെ ദേശീയതയെ ഉയർത്തിപ്പിടിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തെ AHP ദേശീയ ജനറൽ സെക്രട്ടറി ദേവേഷ് ഉപാധ്യായ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹരി പാലോട്, രാഷ്ട്രീയ ബജറംഗ് ദൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി കവിനാഥ് നമ്പ്യാർ, ജില്ലാ ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ രാമനാട്ടുകര എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നവകേരള അഗ്രി ആൻഡ് അലൈഡ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പോഷ് ആക്ട് 2013 സംബന്ധിച്ച് ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. സുപ്രീം കോടതി സീനിയർ അഭിഭാഷക V ഉഷനന്ദിനി ഉദ്ഘാടനം ചെയ്തു. ഹെർ സേഫ്റ്റി അവർ പ്രയോറിറ്റി എന്ന ആശയം മുൻനിർത്തിയാണ് സ്ത്രീകൾക്ക് സുരക്ഷിതത്വവും മാന്യവുമായ തൊഴിലന്തരീക്ഷം ഒരുക്കുന്നതിന്റെ ഭാഗമായി നാംകോസ് പോഷ് ആക്ട് ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചത്. കോഴിക്കോട് KP കേശവമേനോൻ ഹാളിൽ നടന്ന ചടങ്ങ് സുപ്രീം കോടതി സീനിയർ അഭിഭാഷക V ഉഷാനന്ദിനി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ജെൻഡർ ന്യൂട്രൽ ഇതല്ല, നിയമമല്ല, ഇതൊരു വിമൻ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു നിയമമാണ്. ആദ്യം പറയുക, അപ്പോൾ സ്ത്രീകളുടെ സുരക്ഷ, അതാണ് ഈ നിയമത്തിന്റെ ഒരു പ്രത്യേകത.
അഗ്രീഡ് വിമൺ എന്ന് പറയുന്നതാണ് സെക്ഷൻ 2-നകത്ത് പറയുന്നത്. അപ്പോ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾ മാത്രമല്ല ഈ നിയമത്തിന്റെ പരിധിയിൽ വരുന്നു. അത് നിങ്ങൾ ഓർക്കണം. നിങ്ങളുടെ തൊഴിലിടത്തിൽ, അതായത് ഏത് സ്ഥാപനമാണെന്നുണ്ടെങ്കിലും അവിടെ വർക്ക് ചെയ്യുന്ന സ്ത്രീകളോടൊപ്പം തന്നെ അവിടെ എന്തെങ്കിലും ആവശ്യത്തിന് വരുന്ന സ്ത്രീകളും അവരും ഈ നിയമത്തിന്റെ പരിധിയിലുണ്ട്. നാംകോസ് ഉപദേഷ്ടാവും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ബിനു ജി കുറുപ്പ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വനിതാ ശിശുക്ഷേമ സെൽ മുൻ AIG AS രാജു IPS മുഖ്യാതിഥിയായി പങ്കെടുത്തു. സൈക്കോളജിസ്റ്റ് ഡോക്ടർ കെ ഷീല മുഖ്യപ്രഭാഷണം നടത്തി. നാംകോസിൽ പോഷ് ആക്ട് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നൽകിയ സന്ദേശം ബിനു ജി കുറുപ്പ് ചടങ്ങിൽ വായിച്ചു. നാംകോസ് ചെയർമാൻ KB ശ്രീരാജ്, മാനേജിംഗ് ഡയറക്ടർ N ഫിറോസ്, വൈസ് ചെയർമാൻ PP സുരേഷ്, ഹ്യൂമൻ റൈറ്റ്സ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ സെക്രട്ടറി ഡോക്ടർ ജ്യോതി മേനോൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷൈനി ചാർലി തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. മുക്കത്തിന് ടെക്നോളജിയുടെ പുതിയ മുഖവുമായി പുതിയ വലിയ മൈജി ഫ്യൂച്ചർ എത്തുന്നു. ഓഗസ്റ്റ് 17-ന് ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകളുടെ ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസും ആക്സസറീസും ഇനി ഒരുമിച്ച് ഒരിടത്ത്. ഹായ്, ഞാൻ ഹണി റോസ്. ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച മുക്കത്തെ പുതിയ മൈജി ഫ്യൂച്ചറിന്റെ ഉദ്ഘാടനത്തിന് ഞാൻ വരുന്നുണ്ട്. വമ്പൻ ഉദ്ഘാടന ഓഫറുകൾക്കൊപ്പം കേരളം കണ്ട ഏറ്റവും വലിയ ഓണം ഓഫറായ മൈജി ഓണം മാസ് ഓണം സീസൺ 4-ന്റെ 30 കോടിയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. എവിടെ നിന്ന് വാങ്ങിയാലും ഹൈടെക് റിപ്പയർ ആൻഡ് സർവീസ് ഉറപ്പ് നൽകുന്ന മൈജി കെയർ. ഗാഡ്ജറ്റ്സുകൾക്ക് പരിരക്ഷയുടെ കവചമൊരുക്കി മൈജി പ്രൊട്ടക്ഷൻ പ്ലാൻ. ബ്രാൻഡ് വാറന്റിക്ക് പുറമെ മൈജി നൽകുന്നു മൈജി എക്സ്ട്രാ വാറന്റി. ആഗ്രഹങ്ങൾ അതിവേഗം സാധ്യമാക്കാൻ മൈജി സുപ്രിയമായി. പഴയതെല്ലാം പുതിയതാക്കാൻ മൈജി എന്തും എന്തിനോടും എക്സ്ചേഞ്ച് ഓഫർ. ഉദ്ഘാടനം ഓഗസ്റ്റ് 17-ന്. ഏവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് മുക്കത്ത് കാണാം ഓഗസ്റ്റ് 17 രാവിലെ 10 മണിക്ക്. മൈജി ഫ്യൂച്ചർ, കമ്പളവൻ ബിൽഡിംഗ്, മുക്കമ്പാളത്തിന് സമീപം, മുക്കം. ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ ധോത്തികൾ, സിൽക്ക് സാരികൾ, കലംകരി ഉൽപ്പന്നങ്ങൾ, ബെഡ്ഷീറ്റ്, കോട്ടൺ സാരികൾ, ചുരിദാറുകൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, ജൂട്ട് ബാഗുകൾ, തേക്കിൽ നിർമ്മിച്ച ഫർണിച്ചറുകൾ. ഖാദി തുണിത്തരങ്ങൾക്ക് 30% റിബേറ്റ്. ഫർണിച്ചറുകൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവ്. കൂടാതെ കാർ, സ്കൂട്ടർ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളും ഗിഫ്റ്റ് വൗച്ചറുകളും. ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. ദൈനംദിന ആവശ്യ സാധനങ്ങളുമായി ഇനി മുതൽ പുതിയ സൂപ്പർ മാർക്കറ്റും. ഖാദി ഗ്രാമോദ്योग എംപോറിയം, മിഠായി തെരുവ്, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ട്രൂ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും കുന്നമംഗലം MLA MA റസാഖ് നിർവഹിച്ചു. ഭക്ഷണ കിറ്റുകളുടെ വിതരണവും MLA നിർവഹിച്ചു. വിശിഷ്ട വ്യക്തികളെയും ആദരിച്ചു. മാവൂർ പ്രദേശത്തെ ജീവകാരുണ്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് പുതിയ ദിശാബോധം നൽകിക്കൊണ്ട് രൂപീകൃതമായ ട്രൂ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും കുന്നമംഗലം നിയോജക മണ്ഡലം MLA MA റസാഖ് നിർവഹിച്ചു. ചടങ്ങിൽ അർഹരായവർക്കുള്ള ഫുഡ് കിറ്റ് വിതരണവും നടന്നു. ഭിന്നശേഷി കുട്ടികളോടൊപ്പം MLA സന്തോഷം പങ്കിട്ട് സമയം ചെലവഴിച്ചു. നമ്മൾ സ്വയം തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നു, എല്ലാ കർമ്മങ്ങളും നമ്മൾ നിർവഹിക്കുന്നു, മനോഹരമായി നമ്മൾ പാടുന്നു, നമ്മൾ പ്രസംഗിക്കുന്നു, നമ്മൾ നടക്കുന്നു, നമ്മൾ ഓടുന്നു, നമ്മൾ എല്ലാം കൃത്യമായി വിവേകപൂർവ്വം ചെയ്യാനുള്ള വിവേകം നമുക്ക്. ട്രൂ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർപേഴ്സൺ ആമിന ജിജു MLA MA റസാഖിനെ ആദരിച്ചു.
വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സുബൈർ നെല്ലൂളി, ഡോക്ടർ അബ്ദുൽ സലാം, സിറാജ് വേങ്ങര, റഹീം പെരുമണ്ണ, സിറാജ് പന്തിരാങ്കാവ്, തൽഹത്ത് കുന്നമംഗലം, കരീം എളമരം എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. പെരുവയൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന സലാം പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് RV ജാഫർ മുഖ്യപ്രഭാഷണം നടത്തി. പെരുവയൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുബിത തോട്ടാഞ്ചേരി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനീഷ് പാലാട്ട്, അഡ്വക്കേറ്റ് ഷമീം ഫക്സാൻ, BK കുഞ്ഞഹമ്മദ് തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മാവൂർ. വിശ്വാസികളുടെയും ഭക്തരുടെയും നിറസാന്നിധ്യത്തിൽ കല്ലായി റോഡ് ശ്രീ സായിബാബ മന്ദിരത്തിൽ ഗുരുപൂർണിമ ആഘോഷങ്ങൾ. വ്യാസജയന്തി ചടങ്ങുകൾക്ക് മനോജ് ശാന്തി നേതൃത്വം നൽകി. ഗുരുപൂർണിമ ആഘോഷ പരിപാടികൾ പുലർച്ചെ അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തോടെ ആരംഭിച്ചു. ഉഷപൂജ, പ്രഭാതപൂജ, ലക്ഷാർച്ചന, അഭിഷേകങ്ങൾ എന്നിവയും നടന്നു. പൂജകൾക്ക് മനോജ് ശാന്തി നേതൃത്വം നൽകി. പ്രസിഡന്റ് നാഗരത്നം, സെക്രട്ടറി മുരളി, പൂജാ കമ്മിറ്റി കൺവീനർ ബാബുരാജ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് ഭക്തർക്കായി പ്രസാദ വിതരണവും അന്നദാനവും ഒരുക്കി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഓൾ കേരള മാനേജ്മെന്റ് സ്കൂൾ അസോസിയേഷൻ ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. K. ജയന്ത് MLA ഉദ്ഘാടനം ചെയ്തു. 200ഓളം അധ്യാപികമാർ പങ്കെടുത്തു. കോഴിക്കോട് KP കേശവ മേനോൻ ഹാളിൽ നടന്ന ഓൾ കേരള മാനേജ്മെന്റ് സ്കൂൾ അസോസിയേഷന്റെ ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം K. ജയന്ത് MLA നിർവഹിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് KC അഭിലാഷ് അധ്യക്ഷനായിരുന്നു. ഓൾ കേരള മാനേജ്മെന്റ് സ്കൂൾ അസോസിയേഷന്റെ ഇതുപോലൊരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. മാത്രമല്ല, കാലാവസ്ഥ പ്രതികൂലമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടി ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും. കോഴിക്കോട് കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്പോർട്സ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാറ ജാഫർ, അസോസിയേഷൻ മുൻ പ്രസിഡന്റ് ശശിധരൻ മേനക്കണ്ടി, വൈസ് പ്രസിഡന്റ് രഞ്ജീവ് കുറുപ്പ്, സെക്രട്ടറി V. മാധവി ദേവി, ട്രഷറർ ബുഷറ അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. ട്രെയിനിങ്ങിന് സുഭാഷ് അമ്പാടി നേതൃത്വം നൽകി. റസൽ പല്ലത്ത്, സുബൈദ അഹമ്മദ്, പ്രസീദ മണ്ണടത്ത് തുടങ്ങിയവരും സംബന്ധിച്ചു. ജില്ലയിലെ അസോസിയേഷനിൽ അംഗങ്ങളായ വിവിധ സ്കൂളുകളിൽ നിന്നായി 200ഓളം അധ്യാപികമാർ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 80ാമത് സ്വാതന്ത്ര്യ ദിനം രാജ്യമെങ്ങും വിപുലമായി ആഘോഷിച്ചു. കോഴിക്കോട് വിക്രം മൈതാനിയിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ദേശീയ പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു. ജില്ലാതല ഓണാഘോഷ പരിപാടികൾ ഓഗസ്റ്റ് 24 മുതൽ 30 വരെ നടക്കും. ആഘോഷത്തിന്റെ നടത്തിപ്പിനായി വിപുലമായ സ്വാഗത സംഘം രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. നിരന്തരം കള്ളം പറയുന്നത് മുഖ്യമന്ത്രിക്ക് ചേർന്നതല്ലെന്ന് KN ബാലഗോപാൽ. ലഹരി കേസിലെ പ്രതിയെ മുഖ്യമന്ത്രിക്ക് നേരത്തെ അറിയുമെന്നും ആരോപണം. അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ അഖണ്ഡ ഭാരത സങ്കല്പ ദിനം ആചരിക്കുന്നു. ഓഗസ്റ്റ് 16-ന് തളി സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിപാടികൾ നടക്കുക.
ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.